ശബരിമലയിൽ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട കോടതി വിധി മറികടക്കാൻ ഫെബ്രുവരിയിൽ ഓർഡിനൻസ് കൊണ്ടുവന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സീറ്റുകൾ തൂത്തുവാരാൻ ബിജെപിയുടെ നേതൃത്വത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. NSSന്റെ ആവശ്യം കണക്കിലെടുത്തായിരിക്കും അത്തരമൊരു നീക്കം കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇതിലൂടെ NSSനെ ഒപ്പം നിർത്താമെന്ന് സർക്കാരും കരുതുന്നു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിരിക്കും ഓർഡിനൻസിന്റെ സാധ്യത പരിശോധിക്കുന്നത്. ജി സുകുമാരൻ നായർ മന്നം ജയന്തി ദിനത്തിൽ കേന്ദ്രം ഓർഡിനൻസ് കൊണ്ടുവരണമെന്ന് പരസ്യമായി ആവശ്യപ്പെട്ടിരുന്നു. പന്ത് തങ്ങളുടെ കോർട്ടിൽ നിന്ന് പോയെങ്കിലും UDF MPമാരും ഇതേ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ശബരിമല വിഷയം പരമാവധി വഷളാക്കി വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനാണ് BJPയുടെ ശ്രമം. വരും ദിവസങ്ങളിൽ ആക്രമണം വ്യാപിപ്പിക്കാനും ഹിന്ദുക്കളെ ഒപ്പം നിർത്താനുമാണ് അവരുടെ ശ്രമം. ഇതിനകം തന്നെ ഹിന്ദു വികാരം തങ്ങൾക്ക് അനുകൂലമായെന്നാണ് BJPയുടെ വിലയിരുത്തൽ. യുവതികളുടെ മലകയറ്റം ഹൈന്ദവ വോട്ടുകളുടെ ഏകീകരണത്തിന് സഹായിച്ചു. തന്ത്രിക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പരാമർശങ്ങളും തങ്ങൾക്ക് അനുകൂലമാകും എന്ന ചിന്തയിലാണ് BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ. ഇത്തരത്തിലാണെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ കുഴയാനാണ് BJP ആഗ്രഹിക്കുന്നത്. വിഷയം ഉടനൊന്നും തീർക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. അതേസമയം ഓർഡിനൻസ് കൊണ്ടുവരുന്നതിനുള്ള നിയമോപദേശങ്ങൾ കേന്ദ്ര സർക്കാർ തേടിക്കഴിഞ്ഞതായി അറിയുന്നു. NSS സമ്മേളനത്തിന് കേരളത്തിലെത്തിയ സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ K. പരാശരനുമായി കേന്ദ്ര സർക്കാർ കൂടിയാലോചന നടത്തുമെന്നാണ് വിവരം. അറ്റോർണി ജനറൽ KK വേണുഗോപാലിനും ഇതേ അഭിപ്രായമാണുള്ളത്. പ്രധാനമന്ത്രി കേരളത്തിലെ സ്ഥിതിവിശേഷം കൃത്യമായി കണക്കിലെടുത്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം കേരളത്തിലെ വിവരങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം ഉൾപ്പെടെയുള്ള നേതാക്കൾ പ്രധാനമന്ത്രിയെ വിവരങ്ങൾ ധരിപ്പിച്ചിട്ടുമുണ്ട്. അതേസമയം ധൃതി പിടിച്ച് തീരുമാനം എടുക്കേണ്ടതില്ലെന്ന് പ്രധാനമന്ത്രിക്ക് ഉപദേശവും ലഭിച്ചിട്ടുണ്ട്. ശബരിമല വിഷയത്തിൽ സുപ്രീം കോടതി വിധിക്കെതിരെ പ്രധാനമന്ത്രിയും രംഗത്തെത്തിയിരുന്നു. സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ ഉത്തരവിന്റെ വിയോജനക്കുറിപ്പിന്റെ കാര്യം പ്രധാനമന്ത്രി ഒരു വാർത്താ ഏജൻസിക്ക് നൽകിയ അഭിമുഖത്തിൽ എടുത്തു പറഞ്ഞിരുന്നു. മുത്തലാഖ് വിവാദം മറ്റൊരു വിഷയമാണെന്നും അതിന് ശബരിമല വിവാദവുമായി ബന്ധമില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. ശബരിമല വിഷയത്തിൽ ഓർഡിനൻസിന്റെ സാധ്യത വിധിയുണ്ടായ വേളയിൽ തന്നെ കേന്ദ്ര സർക്കാർ പരിശോധിച്ചിരുന്നു. എന്നാൽ ശബരിമലയിൽ സർക്കാർ നേരിട്ട് യുവതികളെ പ്രവേശിപ്പിക്കുമെന്ന് കേന്ദ്ര സർക്കാർ കരുതിയിരുന്നില്ല. വിശ്വാസികളെ വെല്ലുവിളിക്കാൻ ഭരണകൂടം തയ്യാറാകില്ല എന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ശബരിമല വിഷയത്തിൽ വിധിയെ സ്വാഗതം ചെയ്ത് നിലപാടെടുത്ത UDF പിന്നീടാണ് ഭക്തർക്കൊപ്പം എന്ന നിലപാടിലേക്ക് വന്നത്. എന്നാൽ പരസ്യമായി ഭക്തർക്ക് പിന്തുണ നൽകാൻ UDF മുന്നിട്ടിറങ്ങിയിരുന്നില്ല. എന്നാൽ BJP ഭക്തർക്കൊപ്പം എന്ന നിലപാടെടുത്ത് തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടെ നഷ്ടപ്പെട്ട പ്രഭാവം തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ UDF. എന്നാൽ ആ നീക്കങ്ങളെ പാടെ വിഫലമാക്കുന്ന ഒരു രീതിയാണ് BJPയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന് വെറും 4 മാസം മാത്രം ശേഷിക്കുകയാണ് ഇത്തരത്തിലൊരു നീക്കമെന്നതും ശ്രദ്ധേയമാവുകയാണ്. അതിന്റെ ഭാഗമായി കൂടിയാണ് മുന്നോക്കക്കാർക്ക് 10% സാമ്പത്തിക സംവരണം നടപ്പിലാക്കാനുള്ള മോദി സർക്കാരിന്റെ തീരുമാനവും. അതേസമയം ഇത് വെറും ഒരു രാഷ്ട്രീയ തന്ത്രമാണെന്ന വിലയിരുത്തലും വരുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.